ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ സീക്രട്ടായിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ. സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ. അവർ രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ. അവർ രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ രഹസ്യമായി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്താണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ. സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഓക്കെ. മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് നമുക്കൊരു മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സീക്രട്ടായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒരു സെപ്പറേഷൻ ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് നേരിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ലാത്ത ഒരു സാഹചര്യമാണ്. അവർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. പല റിസ്കുകളും അവർ എടുക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വന്ന് ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനവർക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആ തടസ്സങ്ങൾ നിങ്ങൾക്കിടയിലായിട്ട് നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 1-2 വാക്കിൽ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങളെ അവഗണിച്ച് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഈ വ്യക്തി 1-2 വാക്കിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നു, ആ ഒരു രീതിയിൽ പറയുന്നത് കൊണ്ട് അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയാണ്. അവരെന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തു പോകുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സ്പിരിച്വലി നിങ്ങൾ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കയറി കാണുക. ആ വിധത്തിലൊക്കെ നിങ്ങളുടെ ഒരു മൈൻഡ് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലേക്ക് ലൈഫ് ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല. എപ്പോഴും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ, എപ്പോൾ തിരികെ വരും എന്നിങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ എന്തിനാണ് ഇങ്ങനെ അവഗണിക്കുന്നത് എന്നൊക്കെ ചിന്തകൾ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഉറങ്ങാൻ പോലും നിങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. അത്രയും ഒരു ടയേർഡായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഏതൊരു വഴി ചൂസ് ചെയ്തിട്ട്, ഏതൊരു പാത്ത് ചൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടാണ്. നേരിട്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അത്രത്തോളം വലിയൊരു തടസ്സം ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങൾ കോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് 1-2 വാക്കുകൾ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാത്തത്. കാരണം അവർക്ക് അത്രയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് പറയാനായിട്ടും അവർക്ക് കഴിയുന്നില്ല. മേ ബി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അറിവുണ്ടാവില്ല. ആ വ്യക്തി നോക്കുമ്പോൾ അവർക്കൊരു പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുമില്ല. അപ്പം അങ്ങനെയായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ഒഴിവാക്കുന്നു എന്ന രീതിയിലായിരിക്കും നിങ്ങളത് എടുക്കുന്നത്.
അതുപോലെ തന്നെ ആ വ്യക്തി അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് ഇപ്പോൾ ഉള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സാഹചര്യം, വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി കുറച്ചൊരു റിലീഫ് വന്നിരിക്കുന്നത്. അത് മറ്റുള്ള ആളുകളുമായിട്ട് നിങ്ങൾ മിങ്കിളാകാനും ഒക്കെ തുടങ്ങിയതോടുകൂടി, വർക്കിലേക്കും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നിവിടെ കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു പാത്ത് ചൂസ് ചെയ്തതിന് ശേഷമാണ്. നിങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് തവണ ഈ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കുറേ പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളെ ഇങ്ങനെ അവഗണിച്ചും തെന്നി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഒരുപാട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാതിരിക്കാനുള്ള ഒരു കറേജ് നിങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. നിങ്ങൾ എത്ര സംസാരിക്കരുത്, എത്ര വിളിക്കരുത്, മിണ്ടരുത്, കാണരുത് എന്ന് വിചാരിച്ചാലും വീണ്ടും അവരെ ചേസ് ചെയ്ത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും. കുറച്ച് ഒരു 2-3 ദിവസത്തിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനൊരു കറേജ് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ ഫോളോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു. അതായത് ഈ വ്യക്തിയെ പൂർണ്ണമായി അവഗണിക്കാനും അതുപോലെ ലൈഫിൽ നിന്ന് ഒരു ലൈഫിൽ നിങ്ങളുടെ മാത്രമായ ഒരു ലൈഫിലേക്ക് കിടക്കാനും ആ ലൈഫിൽ ഒരു ഒഴുക്കിനൊത്ത് ഒഴുകി പോകാനും ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. പൂർണ്ണമായിട്ടും ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ അത്രയും കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അത്ര ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു മെന്റൽ ബാലൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. മാനസികമായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായി ഉപേക്ഷിച്ച് പോകാനുള്ള ആ ഒരു ഇതിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഇൻഡ്യൂഷൻസ്, നിങ്ങൾക്ക് കുറേ ഇൻഡ്യൂഷൻസ്, കുറേ തോന്നലുകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടൊരു സക്സസ് ഉണ്ടാവുക എന്ന് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ ഒരു ലൈഫിന്റെ ഫോക്കസിലേക്ക്, സക്സസിലേക്കൊക്കെ പോയാലോ എന്ന് വിചാരിക്കുന്നു. വ്യക്തിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി മുന്നോട്ട് പോയാലോ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു. പല ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഇൻഡ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ തോന്നലുകൾക്കനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് വരുന്നത്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ അതാണ് നിങ്ങളെ ഒരു സക്സസിലേക്ക് എത്തിക്കുക എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു തോന്നലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ഷണത്തിലാണ് നിങ്ങളുടെ ലൈഫ് ഇനി മുന്നോട്ട് പോവുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ന് അപ്പോൾ കാരണം നിങ്ങളായിട്ട് തന്നെയാണ് ഈ ഒരു വിഷമങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വലിച്ചു വെച്ചിരിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ എന്ത് കാര്യമായിരുന്നാലും അതിനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ ഉള്ള ഒരു ചാൻസ് നമുക്കിവിടെ ഒരു മെസ്സേജ് വഴി കിട്ടുന്നുണ്ട്. നല്ലൊരു സക്സസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനുകൾക്കനുസരിച്ച്, നിങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ച് നിങ്ങൾ സ്വന്തമായ ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ആൻസൈറ്റി ഉള്ളവർ എല്ലാം അത് മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു ഡിപ്രഷന്, ഫിയർ, അതുപോലെ കുറച്ച് ആളുകൾക്ക് പേടിയുണ്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു, നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു 3 ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ നാളെ ചെയ്യാം എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിൽ ചെയ്യാം എന്ന് വിചാരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഇന്നൊരു പർട്ടിക്കുലർ ഡേയിൽ ചെയ്യാമെന്ന് നമുക്കിങ്ങനെ ഒരു തോന്നലുണ്ടാകും. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പം നമ്മൾ എന്ത് കാര്യത്തിനോട് ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്കൊരു തോന്നലുണ്ട് അത് അങ്ങനെ ആയിരിക്കാം എന്ന്. ആ ഒരു തോന്നലിനനുസരിച്ച് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ മെയിനായിട്ട് കിട്ടുന്ന ഒരു എനർജി, യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് സീക്രട്ട് തോട്ട്സ് ഒന്നുകൂടെ കുറച്ച് ക്ലാരിഫിക്കേഷൻ നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു സീക്രട്ട് തോട്ട്സ്? ക്ലാരിഫിക്കേഷൻ, സീക്രട്ട് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ക്ലാരിഫിക്കേഷൻ, സീക്രട്ട് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ക്ലാരിഫിക്കേഷൻ, സീക്രട്ട് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ലാരിഫിക്കേഷൻ ഓഫ് യുവർ പേഴ്സൺ.
ഇവിടെ ഈ ഒരു ക്ലാരിഫിക്കേഷൻ കാർഡുകൾ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സീക്രട്ട് ഡിസയർ എന്ന് പറയുന്നത് അവരുടെ ഒരേ ഒരു ചിന്തയുള്ളത് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകും എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത്. അതായത് അത്രയും ഒരു ഉത്കണ്ഠയിലാണ് ആ വ്യക്തി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു ഹീലിങ്ങിനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ നിങ്ങളുടെ അരികിൽ വരാനായിട്ടും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം അവരൊരു വേദന അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്ത് വഴി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഇടുങ്ങി ഞെരുങ്ങി വിഷമിച്ച് ബുദ്ധിമുട്ടി കരഞ്ഞ് വിളിച്ച് അല്ലെങ്കിൽ ടെൻഷനും പേടിയും ഒറ്റപ്പെട്ടു പോയതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെ ഒന്നും ഇനി മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരുടെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും ഈ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവരണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേരേണ്ടതാണ് എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നതും. ഓക്കെ, അത് തന്നെയാണ് നമുക്കിവിടെ വീണ്ടും കാണാം. ഇത് അവരുടെ ഒരു സീക്രട്ട് ഡിസയർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങളെ അവഗണിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് നിങ്ങളെ അവഗണിക്കുന്നതായിട്ടാണ്. മെയിനായിട്ടും അവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ആറ്റിറ്റ്യൂഡ് ഇടുന്നത് എന്നാണ്. പക്ഷെ ആ തടസ്സങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീണ്ടും നിങ്ങൾ ഒരുമിക്കാനായിട്ടും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ മാറി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ഡിസയർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നൊരു കാര്യം നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, I feel empty without you. I am changing and learning some hard lessons right now. Okay, ഈ ഒരു സമയത്ത് അവർക്ക് വളരെയധികം ശൂന്യത അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ കുറേ ലെസൺസ്, ഹാർഡായിട്ടുള്ള ലെസൺസ് പഠിച്ചു എന്നും അതുകൊണ്ട് അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുകയാണ് അവർ പറഞ്ഞു പോയ ചില വാക്കുകൾ തിരികെ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം പറയുന്നത് കേൾക്കാനാണ് ഈ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളോട് പറയുകയാണ് അവർ. ഓക്കെ, യു ടച്ച്ഡ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. യു ആർ മൈ സോൾ. നിങ്ങളാണ് അവരുടെ ഒരു ആത്മാവ് എന്ന് അവർ പറയുന്നു. എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും വളരെ പ്രീഷ്യസ് ആണ് എന്ന് ഈ ഒരു സമയത്ത് അവർ പറയുകയാണ് നിങ്ങളോട്. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൂമെന്റ് യു ലീവ്. ഓക്കെ, നിങ്ങളെ അവരെ വിട്ടുപോയ ആ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ദൈവം എനിക്ക് തന്നതിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് നിങ്ങളെന്ന് ഈ വ്യക്തി പറയുകയാണ്. അപ്പോൾ ഇത്രയും മെസ്സേജസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. 1992 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്പർ 5 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. പർപ്പിൾ കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെസ് പോസിബിൾ. നിങ്ങൾ എന്തൊരു കാര്യം ഓർത്തിട്ടാണോ ഈ ഒരു റീഡിങ് കണ്ടിട്ടുള്ളത് ആ ഒരു കാര്യം പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റഡ് ധരിച്ചിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 33 നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ യു നമുക്ക് കിട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ റീഡിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയും കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.